കേരളത്തിലെ നെൽ കർഷകരോട് കേന്ദ്രത്തിന്റെ കൊടും ക്രൂരത. സംസ്ഥാനം നൽകുന്ന അധിക ബോണസ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര സർക്കാർ കത്തയച്ചു. കേന്ദ്രത്തിന്റെ താങ്ങുവിലയ്ക്ക് പുറമെയാണ് സംസ്ഥാനം ബോണസ് നൽകുന്നത്. പ്രോത്സാഹന ബോണസായി നൽകി വന്നിരുന്ന 6.31 രൂപ നിർത്തലാക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളം അർഹിക്കുന്ന അവജ്ഞയോടെ അതിനെ തള്ളിക്കളയുന്നു. ഒരു കാരണവശാലും കേന്ദ്രത്തിന്റെ ഈ വാദഗതിയെ കേരളം അംഗീകരിക്കില്ല. കൃഷിയുടെ സംസ്ഥാന വിഷയമാകുമ്പോൾ ഇക്കാര്യത്തിനകത്ത് ഒരു കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ അധികാരത്തിന് മുകളിൽ കയറി ഇടപെടുന്ന ഒരു രീതിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് അങ്ങേയറ്റത്തെ അപലപനീയമായ ഈ കാര്യത്തെ നമ്മൾ കേരള ഗവൺമെന്റ് തള്ളിക്കളയുകയാണ്. ഇന്ന് 6 രൂപ 31 പൈസയാണ് 1 കിലോഗ്രാം നെല്ലിൻ്റെ കാര്യത്തിൽ കേരളം നൽകുന്നത്. മൊത്തത്തിൽ 30 രൂപ കിലോഗ്രാം നിശ്ചയിക്കുമ്പോൾ അതിനകത്ത് 6 രൂപ 31 പൈസ സംസ്ഥാനത്തിൻ്റെതായ പ്രത്യേകമായ സഹായമാണ്. ഈ സഹായം അവസാനിപ്പിക്കണം എന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഈ സഹായം തുടരും, കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്നാണ് ഗവൺമെൻറ് കരുതുന്നത്. ഇപ്പോൾ പക്ഷേ സർക്കാരിന് അത്രയേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് 6 രൂപ 31 പൈസ 1 കിലോ നെല്ലിൻ്റെ കാര്യത്തിൽ കർഷകർക്ക് ലഭിക്കുന്നത്. സെയ്ഫ് സൈനുൽ ആബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, ഈ പ്രോത്സാഹന ബോണസായി നൽകി വന്നിരുന്ന ചെറിയ തുകയാണെങ്കിൽ കൂടിയും അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ നിർത്തലാക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ബോണസ് ഇപ്പോൾ വെട്ടുന്നതിന് എങ്ങനെയായിരിക്കും സംസ്ഥാനം നേരിടുക? ഇതിൻ്റെ കാരണങ്ങളൊക്കെ കേട്ടാൽ സൈഫുദ്ദീൻ അവിടെ നിന്ന് ചിരിക്കും. അതുകൊണ്ട് കാരണത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. ആദ്യം ഇതിൻ്റെ എന്താണ് അതിൻ്റെ സംഭവമെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. ഇത് നെൽകർഷകരെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരാണ് അധിക ബോണസ് നൽകി വരുന്നത്. കേന്ദ്ര സർക്കാർ അതിൻ്റെ താങ്ങുവിലയായിട്ട് നൽകുന്നത് 23.69 പൈസയാണ്. ഇതിന് പുറമെ കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ബോണസായി, പ്രോത്സാഹന ബോണസായി 6 രൂപ 31 പൈസ നൽകുന്നുണ്ട്. അങ്ങനെ 30 രൂപയാണ് കർഷകർക്ക് കിട്ടുന്നത്. ചെറിയ പൈസയാണ്. ഇപ്പോൾ 6.31 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെറിയ പൈസയായിട്ട് തോന്നുമെങ്കിലും കർഷകരെ സംബന്ധിച്ച് ഒരുപാട് സാധനങ്ങൾ വിൽക്കുമ്പോൾ അതൊരു വലിയ തുകയായിട്ട് വരും. അവരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതുൾപ്പെടെ ഈ നൽകുന്ന 30 രൂപ. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ 6.31 രൂപ കുറയ്ക്കണം, നിങ്ങൾ കുറയ്ക്കണം. 1-2 സീസണുകളിലായി 2.50 ലക്ഷം കർഷകരിൽ നിന്നായി ശരാശരി 7 ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് ഒരു വർഷം സംഭരിക്കുന്നത്. 95% നെല്ലും സംഭരിച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. അതിനിടയിലാണ് കർഷകരെ ദ്രോഹിക്കുന്ന ഈ സമീപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇനിയാണ് സൈഫുദ്ദീൻ ഇതിൻ്റെ കാരണം എന്താണെന്ന് സൈഫുദ്ദീൻ കേൾക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാരണം ഒരു കേന്ദ്ര സർക്കാർ ഇങ്ങനെ പറയുന്നത്. യൂണിയൻ സർക്കാരിന് വേണ്ടി എക്സ്പെൻഡിച്ചർ സെക്രട്ടറിയാണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറി എ ജയതിലകന് ഒരു കത്തയക്കുന്നത്. ആ കത്തിൻ്റെ 3ാമത്തെ പാരഗ്രാഫ് വായിച്ചിട്ട് എൻ്റെ തല പറന്നുപോയി. സത്യത്തിൽ കിളി വരിക എന്ന് പറയത്തില്ല, അതേപോലെയൊക്കെ ആയിപ്പോയി. നെല്ലും ഗോതമ്പ് ഉൾപ്പെടെയുള്ള ചില വിളകൾ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്നത് യൂണിയൻ സർക്കാർ വഴി അവർക്ക് താങ്ങുവില നൽകിക്കൊണ്ടാണ്. അത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ചില സംസ്ഥാന സർക്കാരുകൾ, കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാന സർക്കാരുകൾ ഒരു വിഹിതം കൂടി കർഷകർക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെ ഉൽപ്പാദനം രാജ്യത്ത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. ഇതാണ് ഒരു റീസൺ. നമ്മൾ ഈ 6 രൂപ 31 പൈസ കൊടുക്കുന്നത് കൊണ്ട് കർഷകർ പണിയെടുക്കുന്നുണ്ട്. അതുവഴി നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെ ഉൽപ്പാദനം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു റീസണായിട്ട് പറയുന്നത്. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇത് സംഭരിക്കാനുള്ള സംവിധാനം ഇന്ത്യയിലില്ല എന്ന തരത്തിലാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. തന്നെയുമല്ല, ഈ വിളകൾക്ക് കൂടുതൽ വെള്ളം ആവശ്യമായതിനാൽ ഭൂഗർഭ ലഭ്യതയെയും അത് പ്രതികൂലമായി ബാധിക്കും. മൊത്തത്തിൽ പാരിസ്ഥിതികമായ പ്രയാസമുണ്ടാക്കുന്നതാണ് ഈ അധിക ഉൽപ്പാദനം എന്ന് സൈഫുദ്ദീൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു കർഷകർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം 6 രൂപ 31 പൈസ കുറയ്ക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന വാദമാണ് ഇത്. വെള്ളം ഒരുപാട് വേണ്ട കൃഷിയാണ്. ഭൂഗർഭ ജലത്തെ ഇത് ഭയങ്കരമായി ബാധിക്കുന്നുണ്ട്. അത് പാരിസ്ഥിതിക ഘടനയെ ഭയങ്കരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ 6 രൂപ 31 പൈസ കൊടുക്കുന്നത് നിർത്തണം. അതുപോലെ തന്നെ ഇത് അധികമായി പോകുന്നത് കൊണ്ട് ഇത് സംഭരിക്കാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് കൊടുക്കുന്നത് അവസാനിപ്പിക്കണം, കർഷകരെ പണിയെടുപ്പിക്കാതെ നിങ്ങൾ നിർത്തണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ആവശ്യപ്പെടുന്ന കാര്യം. ഇടതുമുന്നണി ഇതിനോടകം തന്നെ ഒരു പ്രക്ഷോഭ സമര പരിപാടികളിലേക്ക് കടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ ഇങ്ങനെ കത്തയച്ച് ഇണ്ടാസയച്ച് പല സംഭവങ്ങളും നടപ്പാക്കുമ്പോൾ അത് നമ്മൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് മൗനം പാലിക്കുക എന്നുള്ളതാണ് ഒരു രീതി. ഇതിപ്പോൾ കേരളത്തിന് മാത്രമല്ല വന്നിട്ടുള്ളത്, മറ്റ് ചില സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര എക്സ്പെർട്ട്
ടീച്ചർ സെക്രട്ടറി ഇതേ കത്ത് അയച്ചിട്ടുണ്ട്. ആ സംസ്ഥാനങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അറിയില്ല. എന്തായാലും കേരളത്തിലെ നിലപാട് കേരളത്തെ കൃഷിമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പൈസ കൂടുതൽ കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ പൈസ കൊടുക്കുന്നത് നിർത്താനാവില്ല എന്നുള്ള നിലപാട് അത് ഔദ്യോഗികമായി തന്നെ ഒരുപക്ഷെ അറിയിക്കും. അവരുടെ വാദങ്ങൾ മുഖവിലേക്ക് എടുക്കില്ല. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഇടപെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളിലേക്ക് ചിലപ്പോൾ കടന്നേക്കാം. എന്തായാലും ഒരു നമുക്ക് ദഹിക്കാത്ത തരത്തിൽ, പെട്ടെന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാവാത്ത തരത്തിലാണ് ചില വാദങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നത്. വെള്ളം കൂടുതൽ വേണം കൃഷിക്ക്, അതുകൊണ്ട് പറ്റില്ല, ഇത് സംരക്ഷിക്കാൻ കഴിയില്ല, പ്രകൃതിയെ ബാധിക്കുന്നു എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള തൊടുന്യായങ്ങളാണ് അവർ ഈ തീർച്ചയായും വിചിത്രമായ വാദവും വിശദീകരണവും കാരണം നിരത്തലുമാണ്. അതേസമയം വിചിത്രമൊപ്പം നിരാശാജനകവുമാണ്. എന്ന് വെച്ചാൽ ഈ നെൽകൃഷിയും ഗോതമ്പ് കൃഷിയും ഒക്കെ നട്ടക്കച്ചവടമാണ് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ബജറ്റ് വരുമ്പോഴും പറ്റും. നമ്മൾ പൊതുവെ ഈ മോദി സർക്കാരിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് വൻകിടക്കാർക്ക് വേണ്ടി ആവശ്യത്തിലധികം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ കത്തുള്ളത്. അല്ലെങ്കിൽ വേറെന്തെങ്കിലും വാദം മുന്നോട്ട് വെക്കാം, അവർക്ക് വേറെന്തെങ്കിലും കാരണങ്ങൾ മുന്നോട്ട് വെക്കാം. ഞങ്ങൾ കൂടുതൽ കൊടുത്തോളാം, നിങ്ങൾ കൊടുക്കണ്ട എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം. ഇത് കർഷകരെ സംബന്ധിച്ച് വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. അവർ രാവും പകലും ഇല്ലാതെ കൃഷി ചെയ്ത് നെല്ലുണ്ടാക്കി, നെല്ലിൻ്റെ സംഭരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ അവർ ഈ പോരാടുന്നത്. ആ പോരാട്ടം നടത്തുന്ന കർഷകർക്ക് മുന്നിലേക്കാണ് ഇത് ഇങ്ങനൊരു വാദം കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കർഷകരോട് മോദി സർക്കാരിന് ഒരു വലിയ തൃപ്തി പോരാ. അതിപ്പോഴല്ല, കർഷക സമരം അന്ന് ഡൽഹി നടന്ന സമയം മുതൽ അവർക്ക് അത്രയും കൊണ്ട് പിടുത്തമില്ല കർഷകരെ. അതിൻ്റെ ഭാഗമായിട്ട് കൂടി വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. നിങ്ങൾ അങ്ങനെ ഇപ്പോൾ ഇത് ഞങ്ങളുടെ പൈസ മാത്രം വാങ്ങിയാൽ മതി, സംസ്ഥാന സർക്കാരിൻ്റെ പൈസ വാങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തിങ്ങോട്ട് തീർച്ചയായും പ്രത്യേകിച്ച് നെൽ കർഷകരോടും ഗോതമ്പ് കർഷകരോടുമൊക്കെയുള്ള കേന്ദ്ര സർക്കാരിന്റെ മനോഭാവം കൃത്യമായി വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അവർക്കൊരു സഹായമായി സംസ്ഥാന സർക്കാരിന്റെ വക നൽകിക്കൊണ്ടിരിക്കുന്ന തുച്ഛമായ തുക 6 രൂപ 31 പൈസ നിർത്തലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിചിത്രമായ ഒരു ആവശ്യവും നിർദ്ദേശവും വാദവും വിശദീകരണവും ഒക്കെയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനകത്ത് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്.